ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. പുതിയ സീസണിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളിലാണ് റയൽ മാഡ്രിഡ് ഇപ്പോൾ ഉള്ളത്. കഴിഞ്ഞ സീസണിൽ റയൽ ആരാധകരെ നിരാശപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു ശക്തമായ തിരിച്ചുവരവ് അവർക്ക് അനിവാര്യമാണ്. സാബിക്ക് കീഴിൽ അതിന് സാധിക്കും എന്ന് തന്നെയാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത്. ഏതായാലും റയലുമായി ബന്ധപ്പെട്ട ചില അപ്ഡേറ്റുകൾ കൂടി സ്പാനിഷ് മാധ്യമമായ മാർക്ക നൽകിയിട്ടുണ്ട്. അത് നമുക്കൊന്ന് പരിശോധിക്കാം. അതായത് അടുത്ത സീസണിലേക്കുള്ള പ്ലാനുകൾ പരിശീലകനായ സാബി അലോൺസോ ഇപ്പോൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. ക്ലബ്ബ് വേൾഡ് കപ്പിൽ റയലിനെ പരിശീലിപ്പിക്കാൻ കഴിഞ്ഞതിൽ അദ്ദേഹത്തിന് വളരെയധികം സന്തോഷമുണ്ട്. എന്തെന്നാൽ ടീമിനെ കുറിച്ചും താരങ്ങളെക്കുറിച്ചും ഒരു കൃത്യമായ ധാരണ ഇപ്പോൾ ആ ഒരു കോമ്പറ്റീഷനോടുകൂടി സാബി അലോൺസോക്ക് ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ടീം ഇനിയും ഒരുപാട് പുരോഗതി കൈവരിക്കാനുണ്ട് എന്ന കാര്യം അദ്ദേഹം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല താരങ്ങളുടെ റോളുകൾ അത് ഇപ്പോൾ കൃത്യമായി കണ്ടെത്താൻ സാബിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഓരോ താരങ്ങളോടും അവരവരുടെ റോളുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് സാബി അലോൺസോ കൃത്യമായി വിശദീകരിച്ച് നൽകി എന്നാണ് മാർക്ക ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം ബ്രാഹിം ഡയസിന്റെ കാര്യത്തിലുള്ള ഒരു അപ്ഡേറ്റ് കൂടി അവർ നൽകിയിട്ടുണ്ട്. അതായത് അടുത്ത സീസണിൽ ബ്രാഹിം ഡയസ് റയലിൽ ഒരു സ്റ്റാർട്ടർ ആയിരിക്കില്ല. അദ്ദേഹത്തിന് ആദ്യ 11ൽ അവസരം നൽകാൻ ഇപ്പോൾ സാബി ഉദ്ദേശിക്കുന്നില്ല. അത് അദ്ദേഹത്തെ അറിയിച്ചിട്ടുണ്ട്. റൊട്ടേഷൻ റോൾ മാത്രമായിരിക്കും ഈ പരിശീലകൻ ബ്രാഹിമിന് നൽകുക. ഇതിനു പുറമെ ചില താരങ്ങളെ ഒഴിവാക്കാനും സാബി ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്. അതായത് ചില താരങ്ങളെ സാബിക്ക് ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ കുറച്ച് താരങ്ങൾ കൂടി ക്ലബ്ബ് വിട്ട് പുറത്തു പോകും എന്നാണ് മാർക്ക റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. നിലവിൽ റോഡ്രിഗോ മാത്രമാണ് ക്ലബ്ബ് വിട്ട് പുറത്തു പോകാൻ ഒരുങ്ങി നിൽക്കുന്നത്. എന്നാൽ കുറച്ച് താരങ്ങൾ കൂടി സ്ഥാനം നഷ്ടമാകും എന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഏതായാലും സാബിക്ക് കൃത്യമായ പ്ലാനുകൾ ഉണ്ട്. ആരൊക്കെ സ്റ്റാർട്ടിംഗ് 11ൽ ഉണ്ടാകും, ആരൊക്കെ ബാക്കപ്പ് ഓപ്ഷൻ ആയിക്കൊണ്ട് ഉണ്ടാകും, ആരൊക്കെ പുറത്തു പോകണം എന്ന കാര്യത്തിൽ കൃത്യമായ പ്ലാൻ ഈ ഒരു പരിശീലകനുണ്ട് എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.